കഴിഞ്ഞ ദിവസം ഞാൻ ആ കടം വീട്ടി കേട്ടോ. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാനവാസ് ഭായ് പലപ്പോഴായി എന്നോട് പറയായിരുന്നു, എൻ്റെ വീട്ടിൽ വരണം, എന്നിട്ട് എൻ്റെ പഴയകാല പത്രങ്ങൾ, പഴയകാല ഒരുപാട് കാര്യങ്ങൾ, കുറേ കളക്ഷനുകൾ, ഇതൊക്കെ കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ അവരുടെ മരണവാർത്ത കേട്ടപ്പം നേരെ പൊതുവേ നമ്മൾ പോകാറില്ലെങ്കിലും പോയി അവിടെ ചെന്ന് കണ്ട് ആ മരണക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തോട്ട് നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഏതാനും കളക്ഷനുകളൊക്കെ കാണാൻ പറ്റി. ജീവിതം അങ്ങനെയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും ജീവിതം ഒരു അനശ്വരമാണ് എന്നുള്ള ചിന്ത. ഈ ഷാനവാസ് ഭായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഈ നാട്ടിൽ ആര് മരിച്ചാലും ആ വാർത്ത ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. മരണവാർത്ത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാന അഡ്മിനായിരുന്നു ഷാനവാസ് ഭായ് എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആരോ പറയുന്നുണ്ടായിരുന്നു, അന്ന് മരിക്കുന്നതിൻ്റെ തൊട്ട് പകൽ മറ്റൊരു മരണവാർത്ത ഇട്ട് പോസ്റ്റ് ഇട്ടപ്പം പിന്നെ വരുന്നത് ഷാനവാസ് ഭായിയുടെ മരണവാർത്തയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മളിങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞു പോകുമ്പോൾ അടുത്തൊരു നിമിഷത്തിൽ നമ്മൾ കേൾക്കും നമ്മളും ഇല്ലാതായി എന്നുള്ളത്. തീർച്ചയായിട്ടും ഇല്ലാതാവുക എന്നുള്ളതും മരിക്കുക എന്നുള്ളതും വലിയ ഒരു സംഭവമൊന്നുമല്ല. അതെല്ലാവർക്കും നടക്കേണ്ട ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടും കാര്യമില്ല. സന്തോഷത്തോടെ ഒരു നിമിഷമാണ് നമുക്ക് മരണം മുമ്പിലുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായി ധന്യമായി ജീവിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ ഒരു ഉമ്മ മരിച്ചു. ഒരുപാട് മരണങ്ങൾ. പലപ്പോഴും ഞാൻ മരണവാർത്തയുടെ പേജ് ഞാൻ നോക്കാറില്ല. എന്തോ ഒരു വല്ലാത്തൊരു മൂകതയാണ് അവിടെയൊക്കെ നോക്കുമ്പം. അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. ഒരു പക്ഷേ നമുക്ക് ഒരുപാട് ടെൻഷനുകൾ കൊണ്ടുവരുന്നതായിക്കൊണ്ടായിരിക്കാം ഞാൻ അധികം നോക്കാറില്ല. അതുകൊണ്ട് പല മരണങ്ങളും നമ്മൾ അറിയുന്ന പ്രിയപ്പെട്ട പലരുടെയും മരണ വാർത്തകൾ നമ്മൾ വളരെ വൈകിയാണ് കേൾക്കാറുള്ളത്. വളരെ വൈകിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വൈകി കേൾക്കുന്ന ആ നിമിഷം വരെ ഈ മരിച്ച വ്യക്തികളൊക്കെ നമുക്ക് മരിക്കാത്ത വ്യക്തികളാണ്. ഒരു മരിച്ച വ്യക്തിയെ നമുക്ക് മരിക്കാത്ത വ്യക്തിയായി നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു കഴിവാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മൾ ഒരു കാര്യം റിയലായിട്ട് ചിന്തിച്ചാലും ഇമാജിൻ ചെയ്താലും അതിനൊരുപോലുള്ള ഫീലിംഗ് ഉണ്ടാക്കുക. ഷാനവാസ് ഭായ് എന്ന് പറയുമ്പം ഇന്ന് ജീവനുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ തലയിലുണ്ട്. ആ ചിത്രങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ നമ്മിൽ ബാക്കിയാവുന്ന ജീവൻ എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരു ഉമ്മ മരിച്ചു, കഴിഞ്ഞ ദിവസം വേറെ ഒരാൾ മരിച്ചു. അങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ നമ്മുടെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും പലപ്പോഴുമായിട്ട് കൈമാറിയ സഹോദര നിമിഷങ്ങളൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇന്ന് അവരുടെ ജീവനോട് നിർത്തുന്നത്. എൻ്റെ സമയം ഇവിടെ വൈകിയിരിക്കുകയാണ്. ഓക്കെ, ബൈ.